ഇത് IPL ഫാൻ പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് IPL പ്രൊമോഷന് വേണ്ടി BCC ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ചാണ്ടി ഉമ്മൻ MLA ഫലമായിട്ടാണ് നമ്മുടെ കോട്ടയത്ത് ഇത് ആദ്യമായിട്ട് എത്തിയത്. ജനങ്ങളിത് ആവേശത്തിലാണ്. ഇപ്പം കുറേ പേര് ഇവിടെ വന്ന് നമ്മളിവിടെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പം എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ആദ്യമേ കോട്ടയത്ത് അങ്ങനെ വെക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കിനും ഇവിടെ ഇപ്പം പള്ളിയുടെ സ്ഥലം വന്നപ്പോൾ അവിടെ വെച്ചാൽ ഓൾറെഡി ഈ സ്ഥലത്ത് തന്നെ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നത് ഇവിടെ മൺറാട് തന്നെ. അവരിപ്പോൾ ഇതിപ്പോൾ തുടങ്ങുമ്പോഴത്തേക്കിനും എല്ലാവരും വരാതിരിക്കുക. കാരണം വെച്ചാൽ ക്രിക്കറ്റ് അത്രയും ഇഷ്ടപ്പെടുന്നവർ കുറേ പേര് ഇവിടെ ഉണ്ട്, കളിക്കുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതുപോലെ പോരാത്ത ഫ്രീ എൻട്രി ആണല്ലോ, എല്ലാവർക്കും വരുകയും ചെയ്യാം. ഇതുപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും അതുപോലെ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. അങ്ങനെ ഒരു ഇതിലായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് പള്ളിയുടെ ഗ്രൗണ്ടിലാണ്. നമുക്കറിയാം ഇപ്പം ഫുള്ള് IPL ആവേശമാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ ടാറ്റ IPL ഫാൻ പാർക്ക് നമ്മുടെ മണർകാട് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ. ഇപ്പോൾ ഈ വെയിലത്തും ഒരുപാട് ആളുകളാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം ആവേശം ഉണ്ടെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. അപ്പം ചേട്ടൻ, നമുക്കറിയാം കോട്ടയം ജില്ലയിൽ അതായത് പ്രത്യേകിച്ച് ക്രിക്കറ്റ് ആരാധകർക്കായിട്ട് ഇത്തരത്തിലൊരു സജ്ജീകരണം ആദ്യമായിട്ടാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു പ്ലാനിലോട്ട് എത്തിയത്? ഇത് IPL ഫാൻ പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് IPL പ്രൊമോഷന് വേണ്ടി BCC ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അത് കേരളത്തിലും പല സ്റ്റേറ്റുകളും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇപ്പം രണ്ടാമത്തെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാലക്കാടാണ് ചെയ്തത്. അപ്പം IPL പ്രൊമോഷന് വേണ്ടി BCC ചെയ്യുന്നതാണ്. ചാണ്ടി ഉമ്മൻ MLA ഫലമായിട്ടാണ് നമ്മുടെ കോട്ടയത്ത് ഇത് ആദ്യമായിട്ട് എത്തിയത്. കോട്ടയത്ത് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇതൊരു ആവേശമായിരിക്കും. അപ്പം ഇതിൻ്റെ ബാക്കിൻ്റെ നടക്കുന്നത് നമ്മുടെ ജിയോ ആണ്. ഇതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ജിയോ ആണ്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 10,000 എബോവ് പേപ്പിൾസാണ്. ഇത് 2 ദിവസമായിട്ടാണ് ഈ കളി നടക്കുന്നത്. 3:30 കളിയും 7:30 കളിയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 കളികൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല കുട്ടികൾക്കായി ഗെയിമുണ്ട്, ഫുഡ് കോർട്ടുണ്ട്. ഇതെല്ലാം BCC ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ജിയോ അതിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇങ്ങനെ പോകുന്നു. ഫൈനൽ സ്റ്റേജിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. ഈ ആളുകൾക്കുള്ള പ്രവേശനത്തിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണ്? അത് ഫ്രീ ആണ്, ഫുള്ളി ഫ്രീ ആണ്. ഇപ്പം VIP ലോഞ്ച് എന്നും പറഞ്ഞൊരു ലോഞ്ചുണ്ട്. അത് നമുക്ക് ഇതുവരെ കൺഫർമേഷൻ ഇതുവരെ നമ്മുടെ ടോപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിൻ്റെ ബേസിൽ ബാക്കി നമുക്ക് മുന്നോട്ട് പോകും. അപ്പം ആരെങ്കിലും പ്രത്യേകിച്ച് ഗസ്റ്റുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആണെങ്കിലും ചാണ്ടി ഉമ്മൻ MLA കാണും. ബാക്കിയുള്ളത് ഇതുവരെ നമ്മുടെ ഈ ലിസ്റ്റ് കിട്ടിയിട്ടില്ല. എന്താണെങ്കിലും ഒരു 15 പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ സജ്ജീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് ഇങ്ങനെ ഒരു സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി? ജനങ്ങളിത് ആവേശത്തിലാണ്. ഇപ്പം കുറേ പേര് ഇവിടെ വന്ന് നമ്മളിവിടെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പം എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ജനങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ വെയിലത്തും ജനങ്ങളുടെ ഒരു ഇത് ആവേശം എന്ന് പറയുന്നത് സന്തോഷം. ചേട്ടൻ്റെ ഒരു അനുഭവം എന്താണ് ഇങ്ങനത്തെ ഒരു സജ്ജീകരണം ഒരുക്കിയതിൽ? ജിയോയുടെ ഇത് രണ്ടാമത്തേതാണ്. പാലക്കാട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കോട്ടയത്ത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ്. നമ്മൾ അവിടുത്തെ തന്നെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ നോക്കുന്നത്. അതൊരു സക്സസ് ആകണം. ഇപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ക്രിക്കറ്റ് പ്രേമികൾക്കായിട്ട് ഒരു അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതിപ്പം എന്താ വെച്ചാൽ ആദ്യമേ കോട്ടയത്ത് അങ്ങനെ വെക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കിനും ഇവിടെ ഇപ്പം പള്ളിയുടെ സ്ഥലം വന്നപ്പോൾ അവിടെ വെച്ചാൽ ഓൾറെഡി ഈ സ്ഥലത്ത് തന്നെ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നത് ഇവിടെ മൺറാട് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ കൊണ്ട് വെച്ചാൽ എല്ലാവർക്കും ഒന്ന് അടുത്തടുത്ത് കാണാമല്ലോ. ഇവിടെ അടുത്തുള്ള എല്ലാ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും സുഖമായിട്ട് അടുത്ത് വരാനുള്ള സ്ഥലമായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൽ ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം? ഇങ്ങനെ ഇത്തരത്തിൽ വരുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൻ്റെ ഭയങ്കര ആവേശത്തിലാണോ? അവരെ വെച്ചാൽ ജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അവരിപ്പോൾ ഇതിപ്പോൾ തുടങ്ങുമ്പോഴത്തേക്കിനും എല്ലാവരും വരാതിരിക്കുക. കാരണം വെച്ചാൽ ക്രിക്കറ്റ് അത്രയും ഇഷ്ടപ്പെടുന്നവർ കുറേ പേര് ഇവിടെ ഉണ്ട്, കളിക്കുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതുപോലെ പോരാത്ത ഫ്രീ എൻട്രി ആണല്ലോ, എല്ലാവർക്കും വരുകയും ചെയ്യാം. ഇതുപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും അതുപോലെ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. അങ്ങനെ ഒരു ഇതിലായിരിക്കുന്നത്.